മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാ ഞാൻ വയലിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അസ്സലാമു അലൈക്കും. സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അത്രമാത്രം കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉസ്താദാണ് ഈ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു നഷ്ടം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തിൻ്റെ ഉമ്മ, സ്നേഹനിധിയായ അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരു വാർത്തയാണ്. ആ ഉമ്മയുടെ കബറിടം പടച്ച തമ്പുരാൻ വിശാലമാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ ആ ഉമ്മാക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് നമ്മൾ ആദ്യം തന്നെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നാൽ ഈ ഒരു മരണ വിവരം ഉസ്താദ് പറയുകയാണ്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിനെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെ ആലോചന ഇങ്ങനെ വരികയാണ്. ആ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് എണീറ്റ സമയത്ത് ആ ഉസ്താദിന് ഫോൺ വരികയാണ്. ഡോക്ടർ ആദ്യം തന്നെ വിളിച്ചത് ഈ സിറാജ് കാസിമി ഉസ്താദിനെയാണ്. ഉസ്താദിനോട് പറയുകയാണ്, നിങ്ങളുടെ ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു. ആ ഒരു വാർത്ത ഫോണിൽ കേട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ഉസ്താദിന് വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാവരും തന്നെ ഉസ്താദിനെ ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കണ്ണൂരിലുള്ള ഒരു ഉറൂസ് മുബാറക്ക് എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് എത്തിയതാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. ഈ കഴിഞ്ഞ ആഴ്ച എല്ലാം തന്നെ ഉമ്മയുടെ അടുത്ത് പരിചരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്. ഉസ്താദ് പറയുകയാണ്, ആ സമയത്ത് എല്ലാവരും ചോദിച്ചു, ഉസ്താദ് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് പരിപാടി ക്യാൻസൽ ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് ഉസ്താദ് പറഞ്ഞ മറുപടിയാണ് എന്നെ ഒരുപാട് കോരിത്തെരിപ്പിച്ചത്. അൽഹംദുലില്ലാ, ഇത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പരിപാടി ക്യാൻസൽ ചെയ്യേണ്ട, ഞാൻ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും, ഞാൻ പ്രഭാഷണം നടത്തും. എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ ഒരു സമ്മാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം നൽകിക്കൊണ്ട് എൻ്റെ ഉമ്മയെ യാത്രയാക്കണമെന്നാണ് ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമെന്നാണ് സിറാജുദ്ദീൻ കാസിമി ഉസ്താദ് പറയുന്നത്. അതെന്താണെന്നല്ലേ, കാരണം ആയിരക്കണക്കിന് ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു വേദിയിലേക്കാണ് ഉസ്താദ് പ്രഭാഷണം നടത്താൻ വേണ്ടി പോകുന്നത്. ആ ഉസ്താദ് നമ്മോട് ആവശ്യപ്പെടുന്നത് സ്വന്തം ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു യാസീൻ ഓതി സ്വർഗം കൊടുക്കാൻ വേണ്ടി നമ്മളോട് ദുആ ചെയ്യാനാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ അത് ചെയ്യേണ്ട, ഒരു ഫാത്തിഹ എങ്കിലും ഓതിയിട്ട് ആ ഉമ്മയെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ ഒരു എളിയ അഭ്യർത്ഥന ഒരു മലയാളി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്ക് വീഡിയോ കൊണ്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാ മുഅ്മിനീങ്ങളും ദയവ് ചെയ്ത ഉസ്താദിനെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ ഓതി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ദുആ ചെയ്യണമെന്ന് ഞാൻ വിനീത പുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഉമ്മയെക്കുറിച്ചുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണം ഏതൊരു മുസൽമാനും കേട്ടിരുന്നു പോകും. അത്രയ്ക്കും സ്നേഹനിധിയായ ഉമ്മയെക്കുറിച്ച് പറയുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഉമ്മ എടാ എന്ന് വിളിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ്. 39 വയസ്സായി സിറാജുദ്ദീൻ കാസിമി ഉസ്താദിന്. ആ ഉസ്താദ് പറയുന്ന വാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കേൾക്കണം. തീർച്ചയായിട്ടും ഇത് ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല. ഉമ്മയെ പരിചരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ആരും പായാക്കി കളയരുത് എന്നാണ് ഉസ്താദ് പറയുന്നത്. കേൾക്കാം നമുക്ക്. മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാ ഞാൻ വയലിന് വരുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് വരുന്നതിന്റെ തൊട്ടുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തല താഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവരെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. എൻ്റെ ഉമ്മയുടെ മരണവാർത്ത കേട്ടിട്ടാ ഞാൻ ഇന്ന് വേദന കയറിയേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അൽഹംദുലില്ലാ, എൻ്റെ ഉമ്മയ്ക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എൻ്റെ ഉമ്മ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് ഞാൻ വേദന കയറിയത്. എന്നോട് സംഘാടകർ ചോദിച്ചു, ഉസ്താദ് എന്ത് വേണം? ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട, ആരോടും പറയണ്ട, ഞാൻ വഴുതു പറയും ഇൻഷാ അല്ലാഹ്. ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് ഉമ്മ മരിച്ചു എന്ന്. ആദ്യം ഞാൻ ഫോൺ എടുത്തപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു മരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞു ഇശാഇന്റെ തൊട്ട് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉമ്മാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാണ്. ഇന്നലെയും ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടാ വന്നേ. ഞാൻ ഇന്ന് മഗ്‌രിബ് നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു തോന്നലുമ്മ
ഉമ്മാനെക്കുറിച്ചുള്ള ചിന്ത എനിക്ക് കടന്നു വന്നു. നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ഫോണും വന്നു. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എന്താ മരണം? പ്രിയപ്പെട്ട മാതാവിന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം എന്താ? എന്റെ ഉമ്മാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്കത് കേട്ടപ്പോ, ആ മരണ വാർത്ത കേട്ടപ്പോ എല്ലാരും എന്റെ മുഖത്ത് നോക്കി. എന്റെ കൂടെ നിന്നവരൊക്കെ എന്റെ മുഖത്ത് നോക്കി, ഞാൻ കരയുന്നുണ്ടോ എന്ന്, എനിക്ക് സങ്കടമുണ്ടോ എന്ന്. എനിക്ക് സങ്കടമുണ്ട്, എന്നാലും അൽഹംദുലില്ലാഹ് എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഏതൊരു മനുഷ്യനും ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലെ മരണം കിട്ടാൻ വേണ്ടിയാ. അപ്പൊ അള്ളാഹ് എന്റെ ഉമ്മാന് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശ്രമിക്കടോ. വെറുതെ കിട്ടൂല. കാരണം എന്റെ വീട്ടിൽ ഏത് കാര്യത്തിന് ഞാൻ ഉണ്ടാകില്ല. എന്റെ വാപ്പാട് ആണ്ടിന് പോലും ഞാൻ വീട്ടിലുണ്ടാകില്ല. പക്ഷെ ഈ അടുത്ത സമയത്ത് എന്റെ ഉമ്മ 2 ആഴ്ചയായി സുഖമില്ലാതെ ഐസിയുവിൽ കിടന്നപ്പോ ഉമ്മാടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഞാനാ. ഇന്നലെയും ഉമ്മാന്റെ അടുക്ക പോയി ഭക്ഷണം വാരി കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുമ്മനവും കൊടുത്ത് സ്നേഹത്തോടെ ഇറങ്ങി വന്ന ആളാ. അപ്പൊ അതുകൊണ്ട് ഉമ്മാന് ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളയരുത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ സൗഭാഗ്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്ക് അള്ളാഹു നല്ല മരണം തരും ഉമ്മ. കാരണം അള്ളാഹു നിങ്ങൾക്ക് 8 മക്കളെ തന്നു. 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളും. എല്ലാത്തിനെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? എല്ലാ മക്കളെയും നിങ്ങൾ ആലിമീങ്ങളാക്കിയില്ലേ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹാഫിളീങ്ങളാക്കിയില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് 39 വയസ്സുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഉമ്മ എടാ എന്ന് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഐസിയുവിനകത്ത് കിടന്നപ്പോഴാ. ഉമ്മായിക്ക് അതിനകത്ത് കിടന്നിട്ട് ദേഷ്യം വന്നിട്ട്, എടാ പോയി ബില്ലടക്കടാ, എന്നെ എടുത്തോണ്ട് പോടാ, എടാ എന്ന് വിളിച്ചത് ആദ്യമായിട്ടാ. എനിക്കന്ന് അത്ഭുതമായിരുന്നു. അത്രയും പാവമായ ആ ഉമ്മയ്ക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സമ്മാനം ഒരു നല്ല മരണം കൊടുത്തു. സിറാജ്, ഞാൻ ഇത് പറഞ്ഞത് എന്റെ ഉമ്മായിക്ക് അള്ളാഹു നല്ല മരണം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒന്നും കിട്ടാനില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മളും അതുപോലെ മരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എന്റെ ഉമ്മായിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. ഞാൻ ഇന്ന് വഅദ് പറയുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം, എനിക്ക് എന്റെ ഉമ്മാന് കൊടുക്കാൻ, എല്ലാവരും ഉമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല സമ്മാനം എനിക്ക് കൊടുക്കണം. എല്ലാവരും എന്റെ ഉമ്മച്ചിക്ക് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷം എനിക്ക് കൊടുക്കണമെന്ന ആഗ്രഹം. അതുകൊണ്ടാണ് ഇന്ന് വഅദ് പറയാൻ കയറിയത്. ഇൻഷാ അല്ലാഹ് ഇവിടെ ഇരിക്കണ എല്ലാവരും എന്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതി ദുആ ചെയ്യണം. ഇത്ര എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഒരു യാസീൻ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി നിങ്ങൾക്ക് നാളെ ഖബറടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി ഒരു യാസീൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു യാസീൻ ഇനി ഓതാൻ സമയമില്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നിന്റെ വിധിക്ക് മുന്നിൽ തലതാഴ്ത്തി എന്റെ പ്രിയപ്പെട്ട ഉമ്മ നിന്നിലേക്ക് വരികയാ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുമാന് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഉമ്മയുടെ ഖബറടം നീ വിശാലമാക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാൻ. അള്ളാഹുവെ, നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ പൊരുത്തം നൽകണേ റഹ്മാൻ. ഉമ്മാന്റെ പൊരുത്തം നൽകണേ പടച്ചവനെ. ആ കാൽ ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കളുടെ മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാൻ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ തമ്പുരാനെ. അപ്പോൾ സിറാജുൽ ഖാസിമി ഉസ്താദ് എത്ര മനോഹരമായിട്ടാണ് ഉമ്മയെക്കുറിച്ച് വർണ്ണിക്കുന്നത് നമ്മൾ കേട്ട് കാണും. 8 മക്കൾ ആ ഉമ്മയ്ക്കുണ്ട്. 8 ആലിമീങ്ങളാണ്, ഹാഫിളാണ്. അൽഹംദുലില്ലാഹ് വലിയൊരു കാര്യം തന്നെയാണ് ഉമ്മ ചെയ്തത്. ഉമ്മ ഈ ലോകത്തിനും നമുക്കുമെല്ലാം തന്നിട്ട് പോയത് 6 ആൺകുട്ടികളെയും 2 പെൺകുട്ടികളെയും അടങ്ങുന്ന നല്ല ഒരു മക്കളെയാണ് എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കും അഭിമാനിക്കാം. ആ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടട്ടെ എന്നൊരിക്കൽ കൂടി ഞാൻ ദുആ ചെയ്യുകയാണ്. ഈ ഒരു ദുആ അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന കേട്ട എല്ലാവർക്കും കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ 8 മക്കളിൽ 6 മക്കളാണ് ആൺകുട്ടികൾ, 2 പെൺകുട്ടികളുമാണ്. എല്ലാവരും ഹാഫിളീങ്ങളാണ്, അതുപോലെ തന്നെ വല്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ആ ഉമ്മ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ ഉമ്മയ്ക്ക് സ്വർഗം നൽകുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഏതായാലും അതിനുവേണ്ടി ദുആ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഉസ്താദ് ഉമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. കാരണം ഉസ്താദ് പറയാണ്, ഉപ്പയുടെ ആണ്ടിന് പോലും വീട്ടിൽ ഞാൻ ഉണ്ടാവാറില്ല, പക്ഷേ ഉമ്മയെ സൂക്ഷിക്കാനുള്ള ഒരു അവസരം പടച്ച റബ്ബ് എനിക്ക് തന്നു. ഒരുപാട് സമയം ഈ അവസാന ദിവസം പോലും പ്രഭാഷണത്തിന് വരുന്നതിന് മുമ്പ് ഉമ്മയ്ക്ക് ചോറ് വാരിക്കൊടുത്തതിന് ശേഷം ഒരു മുത്തം നൽകിയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഉമ്മ ആദ്യമായിട്ട് എടാ എന്നെ ഇവിടെ നിന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞ ഒരവസരം ഉസ്താദ് ഓർത്തെടുത്ത് നമ്മോട് പറയുകയാണ്.
ഇത്തരത്തിൽപ്പെട്ട ഉസ്താദുമാരെയൊക്കെയുള്ള ഉമ്മയ്ക്കൊക്കെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഉസ്താദുമാർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട 10,000-കണക്കിന് ആൾക്കാരോട് ഒന്ന് ആമീൻ പറയാനും ഒന്ന് യാസീൻ ഓതാനും ഒന്ന് ഫാത്തിഹ ഓതാനും എല്ലാം വേണ്ടി പറയാനുള്ള ഒരു അവസരം ഉണ്ടാവുമെന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കാസർഗോഡ് ഒരു മുസ്ലിമായ ഒരു പണ്ഡിതനെ കല്യാണം ആലോചിച്ചിട്ട് മരിച്ചു കളഞ്ഞ ഒരു പെൺകുട്ടിയുടെ വാർത്ത വരെ നമ്മൾ റിയാക്ട് ചെയ്തതാണ്. ആ നാട്ടിൽ തീർച്ചയായിട്ടും ഉമ്മയ്ക്കും അതുപോലെ തന്നെ ഉസ്താദുമാർക്കും എല്ലാമുള്ള പ്രാധാന്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ദുആ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം തന്നെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കാണുക. അതുപോലെ തന്നെ സിറാജുൽ കാസിമി ഉസ്താദിൻ്റെ ഉമ്മയുടെ ഖബർ തീർച്ചയായിട്ടും പഠിച്ച റബ്ബ് വിശാലമാക്കി കൊടുക്കട്ടെ. നാളെ സ്വർഗ്ഗത്തിൽ ഉമ്മയോടൊപ്പം അമ്മയും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.